ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് നിയുക്ത ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി പ്രഖ്യാപിച്ചു. ഒരു ചാനലുമായിട്ടുള്ള അഭിമുഖത്തോടനുബന്ധിച്ചാണ് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ചില നിലപാടുകൾ തനിക്ക് പറയാനുണ്ട് എന്നുള്ളതും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി തൻ്റെ ദേശത്ത് ഇറങ്ങുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് കൃത്യമാണ്, അത് താൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നുകൂടി അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. Based on the 2024 International Court Arrest Warrant. Next UN General Assembly, as mayor, would you do that? So I've said time and again that I believe this is a city of international law, and being a city of international law means looking to uphold international law, and that means upholding the warrants from the International Criminal Court, whether they're for Benjamin Netanyahu or Vladimir Putin. I think that that's critically important to showcase our values, and unlike Donald Trump, I'm someone who looks to exist within the confines of the laws that we have. So I will look to exhaust every legal possibility, not to create my own laws to do so. On the other hand, this is also a world event. Does that not count a little bit? Well, I think we are a global city, but I also think what New Yorkers are looking for is consistency in the way in which we talk about our values and follow through on them. And that's why I think these warrants from the International Criminal Court. $30 മില്യൺ ചിലവഴിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മംദാനിക്കെതിരെ ന്യൂയോർക്കിൽ വ്യാപകമായ പ്രചരണം നടത്തിയത്. സാമ്പത്തികമായും അല്ലാതെയും വ്യാജമായിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചും മംദാനി മേയറായി വരാതിരിക്കാനുള്ള കഠിന ശ്രമം അമേരിക്ക പ്രസിഡന്റ് നടത്തി, വർഗീയമായിരിക്കുന്ന പരാമർശം നടത്തി. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഗവർണറായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുസ്ലിം ഗവർണർ ഇത്ര ഗൗരവത്തോടു കൂടി പറയുന്നതും സ്ഥാനത്ത് വരുന്നതും ഇതാദ്യമായിട്ടാണ്. നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അന്താരാഷ്ട്ര നിയമത്തിനെ ലംഘിച്ചുകൊണ്ട് ഏതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയും ഈ ദേശത്തേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും തനിക്ക് അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി തന്നെ അധികാരമുണ്ട്. അത് താൻ നടപ്പിലാക്കും, അത് തൻ്റെ ലക്ഷ്യമാണ്, അത് തൻ്റെ ജോലിയുടെ ഭാഗം കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെ ഭരണ സംവിധാനം നിയന്ത്രിക്കുന്ന ഒരു ഭരണാധികാരിക്ക്, അതായത് മേയർക്ക്, ചില നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ ഭരണഘടന അനുവാദം നൽകുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് കൂട്ടക്കൊലയും വംശീയ ഹത്യയും ചെയ്യുന്ന ലോകത്തിലെ ഏക ഭരണാധികാരിയായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു മാറിയിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കാൻ വേണ്ടി, അതായത് എതിരഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു ഗുണ്ട ആക്ട് പോലെയുള്ള പ്രവൃത്തിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നടത്തുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കൃത്യമായിരിക്കുന്ന ജനാധിപത്യ സംവിധാനവും മറ്റു ലോക രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകാനും ജനാധിപത്യ സംവിധാനമില്ലാത്ത രാജ്യത്ത് അത് കൊണ്ടുവരണം എന്നുള്ള നിലപാടുകൾ എല്ലാ കാലത്തും ഉറക്കെ പറയുന്ന രാജ്യവുമാണ്. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത്, അതായത് സർവാധിപത്യവും ഏകാധിപത്യവും വെച്ചുകൊണ്ട് ആ ദേശത്തെ കൂട്ടക്കൊല, ആ രാജ്യത്തിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന ഏതൊരു ഏകാധിപതിയുടെ വിഷയത്തിലും അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. പല ഉദാഹരണങ്ങളും ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടക്കൊല ചെയ്യുന്നു, വംശീയ ഉന്മൂലനം ചെയ്യുന്നു, അത് കൃത്യമായിരിക്കുന്ന തെളിവോടുകൂടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അത് ബോധ്യമാവുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. 200 ചില്ലാനും ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഏകോപിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കടമ ലോകരാജ്യങ്ങൾക്കുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ചില രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലെ ചില രാജ്യങ്ങൾ പറഞ്ഞിട്ട്, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ തുർക്കിയാണ് അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ ഭാഗങ്ങൾ ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കുന്ന സമയത്ത് പ്രത്യേകപരമായ രീതിയിൽ പുതിയ റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് എത്താറുള്ളത്. അന്നൊന്നും മംദാനി ഈ ന്യൂയോർക്കിൻ്റെ ഗവർണർ ആയിട്ടില്ല. തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പോലും ഈ പരാമർശം മംദാനി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
അപ്പോൾ മംദാനിക്ക് അവിടുത്തെ മുസ്ലിങ്ങളും അവിടുത്തെ ക്രിസ്ത്യാനികളും മറ്റ് നിഷ്പക്ഷമായിരിക്കുന്ന ആളുകളെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ അയാൾക്ക് അധികാരത്തിലേറാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആകാശത്തിലൂടെ സ്വതന്ത്രമായി വിരഹിച്ചിരുന്ന ഒരു രാഷ്ട്ര ഭരണാധികാരി ആയിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇന്ന് അതിന് നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. തുർക്കി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എന്തും സംഭവിക്കാം എന്ന തരത്തിലേക്ക്. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും എന്ത് സംഭവിക്കാം എന്നുള്ള സ്ഥിതിയിൽ. മാത്രമല്ല ഈ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ സഹായം നൽകുന്ന അല്ലെങ്കിൽ ബന്ധങ്ങളുള്ള മറ്റ് രാജ്യങ്ങളിൽ വെച്ചും ഒരു പക്ഷേ തുർക്കി അറസ്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ആകാശത്തെ ഉപയോഗിക്കുന്ന സ്ഥിതിയിലൊക്കെ വലിയ നിയന്ത്രണം ഇസ്രായേലിൽ വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ എല്ലാ കാലത്തും ഇസ്രായേലിന് 100% അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് സൃഷ്ടിക്കപ്പെട്ടത് ബ്രിട്ടനാണ്. പിന്നീട് ആ ബ്രിട്ടൻ ഒരുപാട് ഖേദപ്രകടനം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സർവാധിപത്യമുള്ള ഒരു രാജ്യമാക്കി പാലസ്തീൻ്റെ മുസ്ലിം ദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കുടിയിരുത്തിയതിൽ ബ്രിട്ടനുള്ള പങ്ക് ചെറിയ പങ്കല്ല, വലിയ പങ്കാണ്. ഇന്ന് അതേ നിയന്ത്രണത്തിലും അതേ ഭാഷയിലും സംസാരിക്കുന്നത് അമേരിക്കയാണ് എന്ന് ചുരുക്കം. രാജ്യം മാറിയിട്ടുണ്ട് എന്നല്ലാതെ നിലപാടിന് മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ന്യൂയോർക്ക് എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും വില കൂടിയിരിക്കുന്ന ദേശം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ. ഏറ്റവും വില കൂടിയിരിക്കുന്ന ഭൂമിയും ഏറ്റവും വില കൂടിയിരിക്കുന്ന മനുഷ്യരും ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിൽ ഒരു മുസ്ലിം ഗവർണർ, ഒരു മുസ്ലിം മേയർ വരിക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, വളരെ ഗൗരവപരമായിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ആ ഗവർണർ, അതായത് സംരക്ഷണം പൂർണ്ണമായി നൽകുന്ന ആ രാജ്യത്തിൻ്റെ മധ്യ ഇരുന്നു കൊണ്ട് മേയർ സംസാരിക്കുന്നത് ഇതേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുമെന്നാണ്. അത് നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് പരിഗണിക്കാനുള്ള സാധ്യതകൾ തന്നെ വളരെ കുറവാണ്. എന്നാൽ ഇത് സാധ്യമാണോ അല്ലേ എന്നുള്ള ചർച്ചയും ഇതോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധികാരത്തിൽ എത്രത്തോളം ന്യൂയോർക്കിലെ മേയർക്ക് പങ്കുണ്ട് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ അമേരിക്ക അംഗമല്ലാതിരുന്നാൽ ഈ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും അംഗമല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. അപ്പോൾ അമേരിക്ക ICCയിൽ അംഗമല്ല എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ അംഗമല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മംദാനിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് എന്നുള്ളതാണ്. അംഗമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര തലത്തിലുള്ളത് ഹേഗിൽ പ്രവർത്തിക്കുന്ന ICC എന്ന് പറയുന്ന കോടതിയാണ്. അതിൻ്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധി എന്ന് പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ലോകത്തിന് ബാധ്യസ്ഥതയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിലെ പൗരന് പോലും അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിവക്ഷ. കോടതിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിലുള്ളതും അത് തീർച്ചയായിട്ടും പാലിക്കാൻ രാജ്യത്തിലെ പൗരന്മാർക്ക് തന്നെ, അതായത് ഭരണാധികാരികളെ പോലെ, നിയമവിദഗ്ധരെ പോലെ, നിയമ സംവിധാനത്തെ പോലെ തന്നെ പൗരന്മാർക്കും അധികാരമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ലോകത്തിലുള്ള രാജ്യത്തിലൊരു പൗരൻ പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാം എന്നതാണ് നിയമത്തിന് അത് നൽകുന്ന പരിരക്ഷ എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് അമേരിക്കയുടെ നിലപാടിൽ നിന്ന് ചെറിയ തരത്തിലുള്ള അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രസ്താവനയ്ക്ക് ശേഷം. മംദാനി നിലപാടിൽ നിന്നും അഭിപ്രായത്തിൽ നിന്നും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് ഉറച്ചതാണെന്നും ഇളകാത്തതാണെന്നും അത് താൻ ഉറക്കെ പറയുമെന്നും മംദാനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് കിടപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബലം പിടിച്ചു നിന്നാൽ ഒരു പക്ഷേ അത് രാഷ്ട്രീയമായ രീതിയിൽ അദ്ദേഹത്തിന് ക്ഷീണമുണ്ടാകും എന്ന് അവരുടെ പാർട്ടി തന്നെ വിലയിരുത്തുന്നു. കാര്യം ഇപ്പോൾ തന്നെ അവിടെ ഈ സർക്കാർ തലത്തിലുള്ള തൊഴിലാളികൾ സമരത്തിലാണ്. ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രശ്ന പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഷട്ട് ഡൗൺ ആണ് എന്ന് പറയപ്പെടുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല, കൂടുതൽ ജോലി എടുപ്പിക്കുന്നു, കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സർക്കാർ തലത്തിൽ പറയുന്നു. മുൻപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം പറയപ്പെട്ടത് എന്താണോ അതിന് എതിരഭിപ്രായം അദ്ദേഹം തന്നെ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനോട് അമേരിക്കയുടെ പൗരന്മാർക്ക് തന്നെ വലിയ എതിർപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഒരു നിലപാട് പറയുന്നില്ല, പറയുന്ന നിലപാട് സ്ഥിരമായ രീതിയിൽ നിലനിർത്തുന്നില്ല. യുദ്ധവിരാമം ഉണ്ടാവും എന്ന് പറഞ്ഞ് അധികാരത്തിലേറുന്നു, എന്നിട്ട് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും
നൽകിക്കൊണ്ടിരിക്കുന്നു. 48 മണിക്കൂറിനിടയിൽ പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും യുദ്ധം അവസാനിപ്പിക്കുന്നു, റഷ്യയുടെയും ഉക്രൈൻ്റെയും യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ കഴിഞ്ഞിട്ടും യുദ്ധത്തിൻ്റെ കാഠിന്യം കൂടി വരിക എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിസമാപ്തിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞ് ആ വാക്ക് പാലിക്കാൻ സാധിക്കാതെ നാണം കെട്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ട്രംപ് മാത്രമാണ് എന്ന് അമേരിക്കയിൽ തന്നെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും മംദാനിയുടെ പുതിയ പ്രസ്താവനകളും പുതിയ പ്രഖ്യാപനങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചെറുതായിട്ടുള്ള ഒരു സംഭവമൊന്നല്ല ഉണ്ടാക്കുന്നത്, വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ സംഭവമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത് മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.